ഇനി തിരുവനന്തപുരത്തെ കൊലപാതകം 3 വായിക്കാം. അത്രയുമല്ല, വായിച്ചാട്ട് മോളെ. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അതുകൊണ്ട് ആ വെഞ്ഞാറമൂട്ടി 5 എണ്ണത്തിനെ കൊന്ന് 6 എണ്ണത്തിനെ തീർത്തിട്ടുണ്ട് ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക്. അവൻ തമിഴ്നാട്ടിൽ ചാടിയില്ല. മനസ്സിലാകുന്നവർക്കായി അവിടുത്തെ ജോസേട്ടൻ വെള്ളറ കിളിയൂർ മോൻ പ്രജിൻ കൊന്നിട്ട് നേരെ ചെന്ന് എസ്എച്ചോടെ അടുത്ത് പറഞ്ഞ് അപ്പനെ കാച്ചി അറസ്റ്റ് ചെയ്തേക്കാൻ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. തീരാമ്പോ നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. പക്ഷേ ലൈൻ കൊടുത്താലും താണ്ടേ എല്ലാ തിരുവനന്തപുരത്തുകാരും കേൾക്കണം. പോലീസിന്റെ റിപ്പോർട്ട് സാത്താന്റെ ആരാധന തിരുവനന്തപുരം, അതീവ ജാഗ്രത. ഇന്റലിജൻസ് റിപ്പോർട്ട് എല്ലാവരും കാട്ടാട്ടെ. കൊല്ലത്തും കോതമംഗലത്തും അല്ല, ദാ കിടക്കുന്ന തിരുവനന്തപുരം. പോലീസുകാർ പറയുന്നു മണ്ണന്തല മുതൽ, ബാക്കി ഞാൻ പറയുന്നില്ല, മറച്ചേ പറയത്തോളൂ. ദാ കിടക്കുന്നു 3 കൊലപാതകം. ആദ്യം 1 കാടൽ ജിൻസൺ രാജ, തിരുവനന്തപുരം MMCSI ചർച്ച്. ഇപ്പം ന്യൂസുകാർ കൊണ്ടുവരുന്നു ഇവരൊക്കെ എത്ര കൊല്ലം കൊണ്ട് എൻ്റെ കൂടെ ഉണ്ട്. അരുണൊക്കെ ഞാൻ അന്നേ പറഞ്ഞു, ആരണ്ട് പറഞ്ഞു കാടൽ ജിൻസൺ രാജയ്ക്ക് വിഷാദ രോഗം. അവനൊരു മണ്ണാങ്കട്ടയില്ല, എന്ത് വിഷാദ രോഗം. സ്വോത്രം. അവൻ ഓസ്ട്രേലിയയിൽ പോയി, റഷ്യയിൽ MBBS പഠിക്കാൻ പോയി, സാത്താനെ ആരാധിക്കാൻ വന്നു. സുരേഷ് ബാബു ബ്രദറിൻ്റെ അജിത് കുമാറിൻ്റെ ഇടയ്ക്ക് ആ കവടിയാറി വീട്, അവൻ്റെ പ്രോപ്പർട്ടി കിടക്കുന്നത് തേക്കുപാറ 6 കാടി 10 കാടി സമാധാനപുരം ഗണപതിക്കല്ല്. തമിഴ്നാട്ടിൽ അരിമേന കൂട്ടത്ത് പോയി അവരെന്നെ കാണിച്ച് 14 ഏക്കർ തോട്ടം. കാടൽ ജിൻസൺ രാജ റബ്ബർ അടിക്കാൻ വേറെ പോരാ, ഗസ്റ്റ് ഹൗസ്, കോടികൾ ആസ്തിയുള്ളവർ. എന്തിനാ അവൻ കൊന്നേ? അമ്മ പ്രൊഫസർ, അമ്മ ഡോക്ടർ, അപ്പൻ പ്രൊഫസർ, പെങ്ങൾ താണ്ട കൊച്ചുമോളിരുന്നോൾ എൻ്റെ മുമ്പിൽ പ്രസംഗം കേട്ടത് MM ചർച്ച് കരോളിൻ. ആ കുഞ്ഞിൻ്റെ മുഖം എപ്പോഴും എനിക്ക് ഓർമ്മ. വീട്ടിലെ ബന്ധു 4 പേരെയും കെട്ടി തൂണോട് കഴുത്തഞ്ഞരിച്ച് വെറുതെ കത്തിയും കൊണ്ട് കുത്തിയിറക്കി. 2-ാം ദിവസം കറുത്ത പാൻറ് കറുത്ത ഷർട്ട് പേരൂർ കടയിൽ നിന്ന് പെട്രോൾ പമ്പ് ചെയ്ത് മേടിച്ചുകൊണ്ടുവന്ന് എണ്ണ വെച്ച് കൊറ്റ കത്തിയിൽ 4 എണ്ണം. തിരുവനന്തപുരം. ഇന്നലെ ഏഷ്യാനെറ്റ് ഇപ്പോൾ വെഞ്ഞാറമൂട്ടിലെ കൊലപാതകം കണ്ടുവന്നപ്പോൾ ഏഷ്യാനെറ്റിലെ വിപിനം ദാസ് വീണ്ടും ആ ക്ലിപ്പ് എടുത്തിട്ടു. തിരുവനന്തപുരം ശ്രദ്ധിക്കുക. എവിടെ നോക്കാന്? സ്തോത്രം. അടുത്തിട്ട് ഏഷ്യാനെറ്റ് ഡയറക്ടർ വിപിനം ദാസ് കാടൽ ജിൻസൺ രാജയുടെ കൊണ്ടുവന്ന് അവൻ പൂജപ്പുരം കിടക്കുക. സ്തോത്രം. സാത്താനെ ആരാധിക്കാൻ പോയി. 2-ാമത്തെ കൊലപാതകം തിരുവനന്തപുരം വട്ടിയൂർക്കാവുകാരി ദേവി, ആര്യ ടീച്ചർ, ലീക്കോള ചെമ്പക, ദാ കിടക്കുന്ന 4-5 പാമ്പാടിക്കാരൻ നവി. എല്ലാവരും കേട്ടാട്ടെ. അവൻ ആയുർവേദ കോളേജിൽ പഠിക്കാൻ വന്നതാ. കൂട്ടുകാർ പെങ്കുച്ചിനെ കിട്ടി ദേവി. 2 സാത്താനെ ആരാധിക്കാൻ പോയി. അവൻ ആയുർവേദ ഡോക്ടർ, അവള് ജർമ്മൻ ഭാഷ. പാറാട്ടുകോണത്തിനടുത്ത് സ്കൂളിൽ ആര്യ, ദേവി ടീച്ചർ. ഇവർ 2 പേരും ഒരു സ്കൂളിലായിരുന്നു. വട്ടിയൂർക്കാവിൽ ആറ്റക്സ് യുവിലുള്ള അച്ഛൻ. ഇതെല്ലാവരും ഇന്ന് രാത്രി കേട്ടോണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാവും. നാളെയും കൂടെ എനിക്ക് സമയമുള്ളൂ. ഇന്ന് രാത്രി കേൾക്കണം. അവർ സാത്താനെ ആരാധിച്ചു. 2024 പെമ്പിളാരെല്ലാം കേട്ടാട്ടെ. ജനുവരിയിൽ കുഞ്ഞിന് കല്യാണം ഉറച്ച ആര്യയ്ക്ക് ഒരച്ഛൻ്റെ ഒരമ്മയുടെ മകൾ മന്ത്രകോടി സ്വർണം. മാർച്ച് 31 സ്കൂൾ അടച്ചു. സാത്താൻ ഗ്രൂപ്പുകാർ പറഞ്ഞു ഇവിടെ നിൽക്കേണ്ട. 3 കൂടെ പോയി അരുണാചൽ പ്രദേശ്. ബാക്കി കേട്ടോണം. എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? അവിടെ ചെന്ന് സാത്താൻ ഗ്രൂപ്പുമായിട്ട് ചാറ്റ് ചെയ്ത് 6-ാം ദിവസം ലാപ്ടോപ്പിൽ കൂടെ പറഞ്ഞു ഇവിടെ വെച്ച് മരിച്ചാൽ യേശു ഉയർത്തെഴുന്നേറ്റവൾ അന്യഗ്രഹങ്ങളിൽ ഉയർത്തെഴുന്നേൽക്കും. സർപ്പം കൗബയെ ഉപായത്തി ചതിച്ചതുപോലെ. ബാക്കി തരാം. അവനൊരു ഡോക്ടറായിരുന്നു. തൻ്റെ ഭാര്യ ആര്യ ദേവി, അവനും രക്തം കട്ടപിടിക്കാനുള്ള മരുന്ന്. 7-ാം ദിവസം ആര്യയെ കൊന്നു, കഴുത്ത് ഞരിച്ചു. സ്വർഗത്തിൽ പോകാം എഴുതി 666. കേട്ടോ? ഏഷ്യാനെറ്റിന്റെ FIR കൂടെ കണ്ടോ? 2-ാം ദിവസം തൻ്റെ ഭാര്യയെ കൊന്നു സാത്താൻ ഗ്രൂപ്പുകാർ. അവള് തന്നെ അവൻ്റെ കാലയിലും എഴുതി 666. 8-ാമത്തെ ദിവസം അവൻ കെട്ടി തൂങ്ങുന്നതിന് വിട്ട് ശരീരം വരച്ച് പാസ്റ്റ് 666. 10-ാമത്തെ രാത്രി തൊട്ട് വാട അരുണാചൽ പോലീസ് വന്നു. കേരളക്കാരെ അറിയിച്ചു. 3 ഡെഡ് ബോഡിയും തിരുവനന്തപുരത്ത് ഇൻക്വസ്റ്റിന് വേണ്ടി കൊണ്ടുവന്നു. കണ്ടവർ ഞെട്ടിപ്പോയി. കാലിനകത്ത് വരെ 666. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറായി. വിദ്യാഭ്യാസമല്ല. ആര്യ ദേവി ഫ്രഞ്ച് ജർമ്മൻ ടീച്ചർ, നവീൻ പാമ്പാടിക്കാരൻ ക്രിസ്ത്യാനി, മീനടങ്കാരൻ ആയുർവേദ ഡോക്ടർ. വീണുപോയി സാത്താന്റെ കണിക്കകത്ത്. 2 മൂന്നാമത്തെ സംഭവം തിരുവനന്തപുരം ജില്ല കിളിയൂർ. ഇവിടെ ചാനലിനകത്ത് മൊബൈലിനകത്തും എല്ലാം കൂടെ കിടന്ന് പിന്നെ കിളിയൂരിലെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഷൈന് വിട്ടിരിപ്പുണ്ട്. കിളിയൂരും പൊന്നമ്പിയും വെള്ളറടയും ചെമ്പൂരും ആ ഭാഗം മുഴുവൻ 5 മരക്കാലം CSI കിടന്ന് 5 കൊല്ലം പ്രസംഗിച്ചതാണ് ഞാൻ. സ്വോത്രം. അറിയാമോ? അവിടുത്തെ പാസ്റ്റർ യഹോവ രക്ഷണ്യ ദൈവസഭയിലായിരുന്നു ജോസേട്ടൻ പൊക്കൊണ്ടിരുന്നത്. ഈ അച്ചായൻ ഇവിടെ നിന്ന് പ്രസംഗോട്ടുള്ള സകല പ്രസംഗവും വെള്ളറുടെ ജയം ഹാളിലും ഫോറസ്റ്റ് ഗ്രൗണ്ടിലും മുഴുവൻ കേട്ടതാ ജോസേട്ടൻ. എനിക്ക് പരിചയക്കാരൻ. അടക്കത്തിന് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. ഈ മോനെ എന്താ വിട്ട് ചൈനയിൽ പഠിക്കാൻ വിട്ടതാ MBBS. അവിടുന്ന് തട്ടിപ്പ് കാണിച്ച് വന്നു. ഇവിടെ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി കൊച്ചി പോവാന്ന് പറയും ഫിലിം പഠിക്കാൻ. കൊച്ചി ഫിലിം അല്ല ഷൈജു പാസ്റ്ററെ പഠിച്ചത്. അവൻ സാത്താനെ ആരാധിക്കുന്നവനായിരുന്നു. സ്വോത്രം. 7 പ്രാവശ്യം അവൻ അപ്പനെ കൊല്ലാൻ പദ്ധതി വെച്ചു. ഇന്ന് നിങ്ങൾക്കറിയാമോ? 5 മരങ്കാല് ഒരു JS പെന്തക്കോസ് ദൈവസഭ പണിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് 50 ആൾക്ക് സിമെന്റ് എടുത്തു കൊടുത്തതായി മരിച്ച ജോസേട്ടൻ. സ്വോത്രം.
കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ പ്രസംഗിപ്പോൾ അവിടുത്തെ പാസ്റ്ററിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഷാജി പാസ് പറഞ്ഞു, ഈ ചാനലുകാർ കാണിക്കുന്നൊന്നുമില്ല, യവനെപ്പറ്റി പറഞ്ഞിരുന്നുണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചാണ്. യവനൊരു മുറിക്കകത്ത് ഇവർ അപമാനം ഭയന്ന് ആരോടും പറഞ്ഞില്ല. സ്വോത്രം. സാത്താനെ ആരാധിക്കുന്നവൻ അതാ പറഞ്ഞത്. അവൻ്റെ അമ്മ പറഞ്ഞ് കിട്ടി എന്നെ കൊന്നേനെന്ന്. പച്ചയ്ക്കാൻ പറയാ 28 കുത്ത അപ്പനെ കുത്തിയതവൻ. സ്വോത്രം. കഴിഞ്ഞിട്ട് വീഡിയോ വേണേ അയച്ചു തരാം പോലീസുകാർ. എന്നിട്ട് നേരെ പ്രജിൻ എവിടെ പോയെന്നറിയാമോ? ജേഡ്സേട്ടനെ കൊന്നിട്ട് വെള്ളറുടെ SHO എടുത്ത് പറഞ്ഞ് ഞാൻ കാര്യം തീർത്തെന്ന് ഡയറക്റ്റ്. സ്വോത്രം. എവിടം വരാ എമ്മാമ്മേ? അന്ന് കാടൽ 2 ആര്യ ദേവി ദാ കഴിഞ്ഞിരിക്കുന്നു. വെള്ളറുടെ ജോസേട്ടനെ എവിടം വരായി? കമ്പ്യൂട്ടർ പോലീസുകാരും ഉണ്ട്. ഇപ്പം ആദ്യം ബ്ലാക്ക് മാജിക് അല്ല, തിരുവനന്തപുരത്തുണ്ടത് മോർഫ് ചെയ്തപ്പോഴാണ് സാത്താൻ ഗ്രൂപ്പുമായിട്ട് അവൻ കാര്യങ്ങൾ ചെയ്തത്. സ്വോത്രം. പിന്നെ വാർത്ത പുറത്തു വരുന്നത് എന്തായി അമ്മാമ്മേ? എല്ലാറ്റിൻ്റെയും അവസാനം വന്നുപോയി. പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. വെഞ്ഞാറമൂടുകാരൻ്റെ ഇന്ന് നോക്കുന്നതേ ഉള്ളൂ. ഇന്റലിജൻസ് ADGP വിജയൻ സാർ അത് കൊണ്ടുപോയിരിക്കുന്നു. സ്വോത്രം. എവിടം വരാൻ അവൻ്റെ കാര്യം നോക്കുക. അവർ പറയുന്ന ഒറ്റയ്ക്ക് അവന് ചെയ്യാൻ പറ്റത്തില്ല. ബാക്ക് സപ്പോർട്ട്, മേ ബി മെമ്മറി. ഒരാൾക്കിത് ചെയ്യണമെങ്കിൽ ബാക്കിൽ ഒരു മെമ്മറി പവർ കാണുമെന്നാണ് പറഞ്ഞു. സ്വോത്രം. ഞാൻ വെറുതെ സ്റ്റേജിൽ പറയത്തില്ല. അത്ര ഉത്തരവാദിത്തപ്പെട്ടവരായിട്ട് അവർ നെട്ടോട്ട് ഓടുക. വെഞ്ഞാറമൂട് ഞെട്ടിപ്പോയി. അന്ത്യകാലമായി ഇപ്പോൾ എന്താണെന്നറിയത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ദേ ആർ ഫൈൻഡ് ഔട്ട് വൺ തിങ്, ദിസ് മാൻ ഈസ് ഗോയിങ് ഡ്രഗ്സ് മയക്കുമരുന്ന് അടിക്കുന്നവനാ. സ്വോത്രം. അതിൻ്റെ പിൻപിൽ ബാക്ക് ഹിസ്റ്ററി കാണാതെ ഒരു മനുഷ്യൻ്റെ ഒരു ചിന്തയില്ലാതെ ഒരു വ്യക്തിക്ക് അദ്ദേഹം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്നോട് ഒരു പേര് വെളിപ്പെടുത്തില്ല. 5 പേരെന്ന് തീർക്കാൻ പറ്റിയാലോ പാസ്റ്റർ എന്നാ പറഞ്ഞത്. സ്വോത്രം. ഇതിൻ്റെ പിന്നിൽ ബാക്ക് മെമ്മറി ഉണ്ട്. ഇന്ന് രാത്രി കണ്ടോ എന്താ? നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. മാമേ, ഒരുത്തനെ നമ്മളൊരു കുത്തുകുത്തി അവിടുന്ന് ആര്യനാട് വഴി ബ്രൈബൂർ മലയിലെങ്ങാനും ചെന്ന് ഒളിച്ചിരിക്കും. പിന്നെ ആ പോലീസ് വരുന്നത് 6 എണ്ണത്തിനെ തട്ടിയിട്ട് അമ്മ തീർന്ന പോലും അവൻ അറിയത്തില്ല ആശുപത്രിയിൽ നിന്ന്. 6 എണ്ണത്തിനെ തട്ടിയിട്ട് കൂളായിട്ട് ഞാൻ ശവനപ്പം കുടിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്നിരിക്കുന്ന SHO അടുത്ത്. സ്വോത്രം. 6 എണ്ണത്തിനെ കൊന്നെന്ന് പുള്ളി ഇയൽ പോലെ പറച്ചു. സ്വോത്രം. അവിടെ ഇരുന്ന ബാക്കിയുള്ള ഇപ്പോൾ വാറ്റിങ്ങടി DYSP കൊണ്ടുവന്നിട്ട് ബാക്കി നടത്തി. ഒരു പോലീസുകാരൻ ഞെട്ടിപ്പോയി. എവിടം വരെത്തി? മാനസാന്തരപ്പെടുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം പെന്തിക്കോസ് ആകട്ടെ, CSI ആകട്ടെ, മർത്തോമ ആകട്ടെ, at any churches are you going with the childs with 5 minutes take a prayer for our children. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 5 മിനിറ്റ് ദൈവസഭകൾ പ്രാർത്ഥിക്കണം. തകർന്നു പോകുന്ന സാത്താന്റെ കരത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളുള്ളത്. പിന്നെ ആര് ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും ഈ ഗ്രൂപ്പിനകത്ത് വീഴാതിരിക്കുവാൻ ഒന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അകത്ത് ഒരു ശക്തി ഉണ്ടായിരിക്കണം. ഏതാ? അതിൻ്റെ പേര് അഭിഷേകത്തിന്റെ ശക്തി. കരമുയർത്തുന്നവർക്കായി അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ തകർക്കുവാൻ സാത്താൻ ഗ്രൂപ്പിന് കഴിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആരാധിക്കണം. ക്ലിയറായോ? അതാ എന്റെ യേശു പറഞ്ഞ്, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട. കരമുയരുന്നില്ലല്ലോ, നിങ്ങളുടെ തലമുറകളെ ചൊല്ലി കരയുവേ.